എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബ്ലൗസിൻ്റെ കട്ടിങ്ങിൻ്റെ ഇട്ടായിരുന്നു. അപ്പോൾ പലരും വേറെ ഒരുപാട് സൈസിൻ്റെയൊക്കെ ഇത് ചോദിച്ചായിരുന്നു, പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഒരു 3 പാർട്ടായിട്ട് നമ്മൾ ഇന്നൊരു ബ്ലൗസിൻ്റെ കട്ടിങ്ങിലേക്ക് പോവുകയാണ്. 3 പാർട്ടായിട്ട്. അതിൽ ബാക്ക് പീസാണ് ഇന്ന് വെട്ടാൻ കാണിക്കുന്നത്. അപ്പോൾ 3 ദിവസങ്ങളിലായിട്ട് നിങ്ങൾ ഇത് പഠിച്ചെടുത്തിട്ട് രണ്ടാമതും കേട്ട് ഘട്ടം ഘട്ടമായിട്ട് പോകാം എന്ന് കരുതി. അത് 14 ഇഞ്ച് ഇറക്കം, 13 ഇഞ്ച് ഷോൾഡർ, 34 ഇഞ്ച് വണ്ണം, 28 ഇഞ്ച് ഇടവണ്ണം, 8 ഇഞ്ച് കൈനീളം, 12 ഇഞ്ച് കൈ ലൂസ്, ബാക്ക് നെക്ക് ഒരു 5.5, ഫ്രണ്ട് നെക്ക് ഒരു 6.5. ബാക്ക് നെക്ക് കയറിയതാണ് ആളാണ്. അപ്പം വൈഡ് ഒരു 2.5 നെക്കിൻ്റെ 9.25 ഡാട്ട്. ഇങ്ങനെ ചെയ്തു ഈ അളവ് നിങ്ങളൊന്ന് എഴുതിയെടുക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും കേട്ടോ. കാരണം ഒരു 3 ഭാഗങ്ങളായിട്ട് നിങ്ങളെ എത്രയും പെട്ടെന്ന് ബ്ലൗസ് കട്ടിങ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് 3 ഭാഗങ്ങളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അളവെല്ലാം നിങ്ങളൊന്ന് എഴുതിയെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് വരച്ച് ക്ലിയർ ചെയ്തും കൂടെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഈ അളവും അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ കാണിക്കുന്ന പാറ്റേണും ഒന്ന് വരച്ചെടുത്താൽ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും അളവെടുത്തിട്ടുണ്ട് ഇതുപോലൊന്ന് വരച്ചെടുത്ത് എഴുതണം. ഇതിപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട് 2.5 ഇഞ്ച് 14 ഇഞ്ചിൻ്റെ ഇതുകൊണ്ട് 2.5 ഇഞ്ച് നെക്കിൻ്റെ ധാത്തു, 5.5 ഇഞ്ച് 2 ഇഞ്ച് വൈഡ് കൊടുത്തു നെക്കിൻ്റെ ധാത്തു. ഇത് 34 + 4 ഇട്ട് അതിന് 9.5 ഇഞ്ച്, അപ്പോൾ 38, അതിൽ 4-1 9.5 ജസ്റ്റ് 1 കണ്ടല്ലോ. പിന്നെ ഷോൾഡറിൻ്റെ പകുതി ഞാൻ 6.25 13 ഇഞ്ച് ഷോൾഡറാണ്, അതിൻ്റെ പകുതി 6.25 റിഗാൾ താത്തിട്ടുണ്ട്. പിന്നെ ഇടവണ്ണം 28, 25-ൻ്റെ 8-ൻ്റെ 4-1 7. പിന്നെ താഴോട്ട് 1.25 ഇഞ്ച് ഇടേണ്ട 1.25 എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഓർത്തോണം, വണ്ണത്തിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ചും കൂടെ ചേർത്ത്, ഇപ്പോൾ 34 4 കൂടെ ചേർത്ത് 34 4-ൽ 1 എടുത്തിട്ട് അതിലൊരു ഭാഗമാണ് നമ്മൾ അതിൽ 2 ഇഞ്ചും കൂടെ കുറച്ചാണ് റിഗാൾ കൈക്കുഴി താക്കുന്നത്. പ്രത്യേകം ഓർത്തോണം കേട്ടോ. ഇത് ആ ഒരു കൈക്കുഴി നമ്മൾ അവിടുന്ന് ഷോൾഡറിൻ്റെ അവിടുന്ന് നമ്മളൊരു 4 ഇഞ്ച് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾ ക്ലിയറായിട്ട് കാണാൻ പറ്റും. 2/1 2/2 വരുമ്പോൾ തുണിയുടെ വലിവനുസരിച്ച് 4 3 3.5 ഒക്കെ നമുക്കാക്കാം. ഒരു നെക്ക് ഇതുപോലെ സ്ക്വയർ തന്നെ വരച്ചിട്ട് സ്ക്വയറിൽ വേണം നമ്മൾ വെട്ടിപ്പടിക്കാൻ. താഴത്തെ 1.25 കണ്ടോ, 1.25 സൈഡ് വശത്ത് 1.25 നമുക്ക് വണ്ണം കൂട്ടാനായിട്ട്. ആദ്യം ബാക്ക് പീസ് നമ്മൾ നല്ല തറവായിട്ട് തന്നെ വെട്ടിപ്പിടിക്കുക. അങ്ങനെ ഒരു ഓവൽ കണ്ടല്ലോ, ആ ഓവൽ ഷേപ്പിന് കണ്ടോ നമ്മൾ 1.25 ഇഞ്ച് വ്യത്യാസം വരുന്നത്. കുത്തിനെ താക്കരുത്. അതായത് റിഗാൾ 6 താത്ത 3 ഇഞ്ച് വരുന്നത്, ആ പേന മാർക്കിന് 3 ഇഞ്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ആ ഓവൽ കൊടുക്കാവുള്ളൂ. ഹാം ഗോളിൻ്റെ വളവ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 2-3 കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ബ്ലൗസ് വെക്കാൻ, ബ്ലൗസ് ഒരാൾക്ക് വെട്ടിക്കൊടുക്കാനും അതുപോലെ സംശയം ചോദിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. എപ്പോഴും നമ്മൾ സംശയം ചോദിക്കുന്നവർക്ക് ഇതുപോലെ തന്നെ വെട്ടി പറഞ്ഞു കൊടുക്കണം കേട്ടോ. 2/1 2/2 ആണ്, അതനുസരിച്ച് നമ്മൾ അളവിൽ വ്യത്യാസം വരുത്തിയിടണം. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു കാര്യം ഞാൻ ചിട്ട ചെയ്തിരിക്കുന്നത് ഞാൻ 3 സ്കെച്ച് 3 പേർക്ക് ഫ്രീ ആയിട്ട് അയച്ച് തരുന്നുണ്ട്. അത് നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. ബാക്ക് പീസാണ് നമ്മൾ വെട്ടുന്നത്. ആദ്യം തുണിയെല്ലാം ഒന്ന് നേരെയാക്കി വൃത്തിയായിട്ടിടണം. ഒന്ന് അയൺ ചെയ്തെടുത്താലും കുഴപ്പമില്ല. എനിക്ക് സമയപരിധി വളരെ കുറവാണ്, അതിനുള്ളിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അടിവശത്ത് ഫസ്റ്റ് നേരെ ഒരു വര വരയ്ക്കുക, തുണി ഒന്ന് ലെവൽ ചെയ്യുക. ഇങ്ങനെ തന്നെ ക്ലിയറായിട്ടൊരു വര വരയ്ക്കണം. വരച്ചിട്ട് ആ വര വെട്ടിയാണ് നമ്മൾ ലെവൽ ചെയ്യുന്നത്. അങ്ങനെ ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മളെപ്പോഴും ഏത് തുണി എടുത്താലും ഡാമേജ് ഉണ്ടോയെന്നും അകമ്പുറം ഉണ്ടോയെന്നും വൃത്തിയാക്കി ഒരു സൈഡ് നൂലിൽ നിൽക്കുന്ന വൃത്തിയാക്കി 1.25 മാർക്ക് ചെയ്യണം. ആദ്യം 1.25 1.5 ഇടണം. 1.25 തന്നെ ഇട്ടാലും മതി. ചിലപ്പോൾ ചില തുണി ഇച്ചിരി കുറവായിരിക്കും, 90 സെൻറ്റിമീറ്ററൊക്കെ കാണുകയുള്ളൂ. കറക്റ്റ് അങ്ങനെ ഒരു വര വരയ്ക്കും. വരയ്ക്കുന്നതിൽ ഒരു കാരണവശാലും അടി വിചാരിക്കില്ല. കറക്റ്റ് 2.25 നമ്മൾ മേളിലോട്ട് തന്നെ ആ വരയുന്നതിന് 14 കൃത്യം വരയ്ക്കുക. 14 കൃത്യം വരച്ചിട്ട് അതും ഒരു സ്കെയിൽ വരയ്ക്കുക. സ്ട്രെയിറ്റായിട്ട് അങ്ങനെ തന്നെ 1.25 കൊടുത്തു, അതിൽ നിന്ന് 14. പിന്നെ ഒരു 4 ഇഞ്ചും പോയിൻറ്റും മേളിൽ നമുക്കൊരു കാണുമ്പോൾ മനസ്സിലൊരു കണക്കുണ്ടല്ലോ, കയറി തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. ഏറ്റവും മേളിൽ രണ്ടും ഞാൻ ഒന്നും കൂടെ വ്യക്തമായി കാണിക്കാം. ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ നിങ്ങൾ ബാക്ക് പീസ് വെട്ടാൻ പഠിക്കണം. പഠിക്കുന്നതിലുപരി മറ്റുള്ളവർക്ക് പറഞ്ഞും കൊടുക്കണം. കണ്ടല്ലോ. ഇനി നമുക്ക് ഷോൾഡർ 13.5 13 നമ്മൾ ഷോൾഡർ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യും.
13 ഷോൾഡർ മാർക്ക് ചെയ്തു. താഴെയും അതുപോലെ തന്നെ 6.5 ഇട്ട താഴത്തിൻ്റെ ഉദ്ദേശം അനുസരിച്ച് വരയ്ക്കരുത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6.5 ഇഞ്ച് നമ്മൾ 34-ൻ്റെ കൂടെ 4 ചേർത്തിട്ട് 4-1 കണ്ടെത്തി 6.5 ഇഞ്ച് 6.25 ഇഞ്ച് നമ്മൾ ഇത് കാണും സ്ക്വയറിൽ മാർക്ക് ചെയ്യണം. സ്ക്വയർ ഒരു കാരണവശാലും വരയ്ക്കുന്ന കാര്യത്തിൽ മടി കാണിക്കും. എന്നിട്ട് അതിൻ്റെ പകുതി 3 ഇഞ്ച് കണ്ടല്ലോ ഞാൻ മാർക്ക് ചെയ്തത് 3 ഇഞ്ച്. അതായത് ഹാംഗോൾ നമ്മളത് കൈക്കുഴി താക്കുന്നതിന് നേർ പകുതി ആണ് നമ്മൾ 3 ഇഞ്ച് കൊടുക്കുന്നത്. ആ 3 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് വേണം നമുക്ക് ഓവലായിട്ട് കൈക്കുഴി കടന്നു പോകാൻ. ചുരുങ്ങി 2.5 ഇഞ്ച് 2.25 ഇഞ്ച് നമ്മൾ നെക്ക് വൈഡ് കൊടുക്കുന്നു. ഇത് ബാക്ക് അധികം ഇറങ്ങാത്ത ആളാണ്, അവർക്ക് 5.5 ഇഞ്ച് മതി. ബാക്ക് ഇറങ്ങാത്തവർക്ക് ലൂസ് പ്രത്യേകം നമ്മൾ 4 ഇഞ്ച് നോക്കിയിട്ട് വേണം കേട്ടോ. ബാക്ക് ഓപ്പൺ നെക്കാണെങ്കിൽ കുറച്ചും കൂടെ വ്യത്യാസം വരും. ഇത്രയും ക്ലിയറാക്കി വരയ്ക്കണം, കൃത്യം നമ്മൾ അളവെടുത്ത് വെട്ടുന്നതിൻ്റെ. ഇനി 38-ൻ്റെ കൂടെ നമ്മൾ 34-ൻ്റെ കൂടെ 4 കൂടെ ചേർത്ത് 38-ൻ്റെ 4-1 9.5 മാർക്ക് ചെയ്യുന്നു. പിന്നെ 1.25 ഇഞ്ച് എക്സ്ട്രാ ഇടുന്നു. ഇത് ഇടവണ്ണം തീർത്തും ഇച്ചിരി കുറവുള്ളവരാണ്, അവർക്ക് 28 ഇഞ്ച് ഇടവണ്ണമുള്ളൂ. അപ്പോൾ അതിൻ്റെ 4-1 കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് 1.25 ഇഞ്ച് കൂട്ടിയിടും. അതായത് വണ്ണം കൂട്ടേണ്ടി വണ്ണം അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് വരയ്ക്കും. ഇതാണ് ബാക്ക് പീസിൻ്റെ ഒരു ബ്ലൗസിൻ്റെ ആദ്യം കട്ടിങ് നമ്മൾ തുടങ്ങുന്നതിൽ ബാക്ക് പീസാണ് അതിൻ്റെ പ്രധാന ഘടകമാണ്. ഈ ബാക്ക് പീസിൽ നിന്നുമാണ് നമ്മൾ ബാക്കി എല്ലാ കട്ടിങ്ങിലേക്കും പോകുന്നത്. അതായത് കൈ വരെ വെട്ടുന്ന നമ്മൾ ഇതിൻ്റെ ഹാം ഗോൾ നോക്കിയിട്ടാണെന്ന് ഓർത്തോണം. ഒരു സാരി ബ്ലൗസിൻ്റെ തുടക്കം കുറിക്കുന്നത് നമ്മൾ കട്ടിങ്ങിൽ എങ്ങനെയാണ് ബാക്ക് പീസിൽ ആണ് മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ സ്കെച്ച് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് 3 പേർക്ക് 3 സൈസിൽ സ്കെച്ച് എടുത്തിട്ട് ഫ്രീ ആയിട്ട് ഞാൻ കൊറിയർ അയച്ചു തരും. അത് നിങ്ങൾ നമ്പർ ഇട്ടാൽ മതി. അത് നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ 3 പേര് 3 എണ്ണം വെച്ച് അയച്ചയച്ച് കൊടുക്കണം കേട്ടോ. അത് ഞാൻ ക്ലിയർ ചെയ്തിട്ട് ഇതിൽ തന്നെ ഞാൻ മെസ്സേജ് ഇടും. മെസ്സേജ് ഇടുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് ആ അഡ്രസ്സ് ഇട്ടാൽ മതി. കൊറിയർ അഡ്രസ്സ് ഇടുമ്പോൾ ആ അഡ്രസ്സിൽ ഞാൻ സ്കെച്ച് അയച്ചു തരാം. ഹാം കോഡ് മാർക്ക് ചെയ്യുന്നത് നോക്കി കണ്ടോ, ഏറ്റവും മേളിൽ നിന്ന് നമ്മൾ ആ പകുതിയിൽ നിന്ന് അങ്ങനെ മാർക്ക് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ 1ാം ഭാഗം. ഇനി ഫ്രണ്ടും പിന്നെ കൈയും 3 ഭാഗങ്ങളായിട്ട് നിങ്ങളെ ബ്ലൗസ് കട്ടിങ് ഞാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ പഠിപ്പിച്ചെടുക്കും. എൻ്റെ എല്ലാ സബ്സ്ക്രൈബറും ബ്ലൗസ് കട്ടിങ് സാരി ബ്ലൗസ് പഠിച്ചിരിക്കണം. ഒന്ന് നോക്കി എങ്ങനെയുണ്ട് സ്കെച്ചെന്ന്, ക്ലിയറായോ? 34 ഇഞ്ച് ബോഡി ഷേപ്പുള്ള ആളുടെ ബാക്ക് പീസിൻ്റെ കട്ടിങ്ങാണിത്. ഇനി ഇതിൽ നിന്നും നിങ്ങൾ സംശയം ചോദിക്കുന്നതാണ് ഞാൻ മറുപടി തരുന്നത്. ഇനി ഹാം ഗോൾ അളക്കുന്നത് കണ്ടോ, ആദ്യം നമ്മുടെ ഒരു വിരൽ അങ്ങനെ പിടിച്ചു, പിന്നെ ആ തള്ളവിരൽ ഇങ്ങനെ മേലോട്ട് കയറ്റി പിടിച്ചിട്ട് തിരിച്ച് ഇങ്ങനെ നോക്കണം കണ്ടോ. അങ്ങനെ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഹാം ഗോൾ കറക്റ്റാണെന്ന് നോക്കാൻ പറ്റും. അതായത് 8.5 ഇഞ്ച് തീർന്ന് കിട്ടിയിട്ടുണ്ടോ, 17 ഇഞ്ച് നിർബന്ധമായിട്ടും വേണം, 16 നിർബന്ധമായിട്ട് ഈ വണ്ണത്തിന് വേണ്ടതാണ്. ഒരു ചുണ്ട് അവിടെ ആ വിരൽ കുത്തി തള്ളവിരൽ അങ്ങോട്ട് കുത്തി പിന്നെ അത് നീക്കി വെച്ചു. അങ്ങനെ വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഈ ഇത് വെക്കുന്ന ഷേപ്പ് നമുക്ക് വേണം. ഇങ്ങനെ തിരിച്ച് ടേപ്പ് മടക്കി നോക്കുന്നവരും ഉണ്ട് കേട്ടോ. ഓരോരുത്തരും ഓരോ തിയറിയാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പം ഈ കട്ടിങ് വെട്ടുന്ന നമ്മൾ മറ്റുള്ളവർ കാണുമ്പോൾ അവർക്കൊരു ഐഡിയ തോന്നണം, കൊള്ളാമല്ലോ. കാരണം അത്രയും സത്യസന്ധമായ ഒരു വർക്കല്ലേ. ഇപ്പം ഞാനിതിൽ കാണിച്ച് തരുമ്പോൾ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കാം. അത് നിങ്ങളും തിരുത്തണം. ഓരോരുത്തർക്കും ഓരോ മനസ്സിൻ്റെ ഐഡിയ അല്ലേ. എനിക്കൊരു 90% നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നാണ് ആഗ്രഹം. എൻ്റെ അറിവ് വെച്ച് ഞാൻ എല്ലാം പറയുന്നുണ്ട്. അപ്പം ഇന്ന് നിങ്ങളും കൂടെ മനസ്സിലാക്കിയെടുത്ത് നിങ്ങളുടെ ബുദ്ധിയും പ്രയോഗിച്ച് വേണം നമുക്ക് പുതിയൊരു കട്ടിങ് രീതി പഠിച്ചെടുക്കാം. കാരണം വെട്ടിപ്പോകുന്ന ആദ്യം ബാക്കിലേക്ക് വെട്ടി 4 ഇഞ്ച് ഷോൾഡറിന് ഷേപ്പ് കൊടുത്തത് വെട്ടി അങ്ങനെ തന്നെ നമ്മൾ വെട്ടിപ്പോകണം കറക്റ്റായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് അയച്ചൊക്കെ കൊടുക്കണം കേട്ടോ. സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അറിവ് പകർന്ന് നൽകണം. ഇതിലേ ഉള്ളൂ. വളരെ സത്യസന്ധമായ ഒരു ജോലിയല്ലേ തയ്യൽ. ഇതിൽ നിന്നും നമുക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്ന എത്രയോ പേരുണ്ട്. അവർക്കെല്ലാം ഒരു ആശ്വാസമാകട്ടെ എന്ന് കരുതിയാണ് എൻ്റെ അറിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു നൽകുന്നത്. കണ്ടോ, അപ്പോൾ നോക്കിക്കേ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്